പ്രൈസ് ദി ലോർഡ്. Praise God. ഇന്ന് പകൽക്കാലം ദൈവവചനവുമായി നിങ്ങളുടെ നടുവിലായിരിക്കുവാൻ ദൈവം നൽകി തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത്, നാം നമ്മുടെ കയറുകളെ അഴിക്കുക, സ്വർഗം നമ്മിൽ സന്തോഷിക്കട്ടെ. ഞാൻ ആധാരമായ 2 വാക്യം പ്രാരംഭമായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം, യെഹെസ്കേൽ പ്രവചനം 4:8. ഞാൻ തന്നെ വായിക്കാം. യഹോവയ്ക്കോ അവന്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്ന എന്ത്? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക. സ്വർഗത്തിൽ വസിക്കുന്ന ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. യെഹെസ്കേൽ പ്രവചനം 4:8. നീ ഒരു വശത്ത് നിന്ന്, അതിന്റെ ഒരു ഭാഗം വായിച്ചാൽ ഞാൻ തന്നെ വായിക്കും. നീ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കേണ്ടതിന് ഞാൻ നിന്നെ കയറുകൊണ്ട് കെട്ടും. പ്രൈസ് ദി ലോർഡ്. ബന്ധനം അല്ലെങ്കിൽ കെട്ടുക അല്ലെങ്കിൽ ബന്ധിക്കപ്പെടുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ പദങ്ങളാണ്. നമ്മളെപ്പോഴും എസ്പെഷ്യലി ക്രിസ്തീയ ജീവിതത്തിൽ നാം കടന്നു പോകുമ്പോൾ ഓരോ ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നാം എപ്പോഴും ലോകത്തിന് വിപരീതമായി സഞ്ചരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. സോ ഇന്ന് പകൽക്കാലം നമ്മൾ ആ ബന്ധനം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി അതെങ്ങനെ നമ്മൾ അഴിക്കാം എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് അഴിച്ചതിന് ശേഷം നാം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ബന്ധനം? നമ്മളെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുവാൻ അല്ലെങ്കിൽ അനങ്ങുവാൻ കഴിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയ്ക്ക് നമ്മൾ ബന്ധനം എന്ന് പറയും. 2, നമ്മൾ യെഹെസ്കേൽ പ്രവചനം 3:25 നമ്മൾ വായിക്കുന്നു, പെരുമാറാൻ കഴിയാതെ വണ്ണം, അല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് നീങ്ങുവാൻ കഴിയാതെ വണ്ണം, അല്ലെങ്കിൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് നീങ്ങുവാൻ കഴിയാതെ വണ്ണം, അല്ലെങ്കിൽ കരിയറിന്റെ ഒരവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് നീങ്ങുവാൻ കഴിയാതെ വണ്ണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ശുശ്രൂഷയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുവാൻ കഴിയാതെ വണ്ണം, നമ്മുടെ ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയെ നമ്മൾ ബന്ധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാതെ നമ്മൾ ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കുന്നതിനെ നമ്മൾ ബന്ധനം എന്ന് പറയും. അപ്പം നീങ്ങുവാൻ നമ്മൾ ബന്ധനം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നീങ്ങുവാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അവസ്ഥയിൽ തന്നെ നിശ്ചലമായി പോകുന്ന അവസ്ഥയെ നമ്മൾ ബന്ധനം എന്ന് പറയും. സോ യെഹെസ്കേൽ പ്രവചനം 3:25 നമ്മൾ വായിക്കുന്നു, പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം. നമുക്ക് വീടുണ്ട്, നമുക്ക് കാറുണ്ടെങ്കിലും അത് ഓടിക്കുവാൻ കഴിയാതെ വണ്ണം, വീടുണ്ടെങ്കിൽ ഒരു വലിയ വീടുണ്ടെങ്കിലും ആ ഒരു മുറിക്കകത്ത് തന്നെ നമ്മളെ തളച്ചിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങളായിട്ട് മാറാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ദൈവം ശുശ്രൂഷയ്ക്കാക്കി ആ ശുശ്രൂഷയിൽ നിന്ന് നമുക്ക് അനങ്ങുവാൻ വേറൊരു ലെവലിലേക്ക് മാറാതെ സഭയുടെ ഒരു കോണിൽ മാത്രമായി പോകുന്ന അവസ്ഥകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ബന്ധിക്കപ്പെട്ട അല്ലെങ്കിൽ കയറുകൊണ്ട് കെട്ടിയിരിക്കുന്ന അവസ്ഥയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സങ്കീർത്തനം 2:2 നാം ഇങ്ങനെ വായിക്കുന്നു, നാം നമ്മുടെ കെട്ടുകളെ പൊട്ടിക്കുക, നമ്മുടെ കയറുകളെ എറിഞ്ഞു കളയുക, സ്വർഗം സന്തോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥ, നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നു ബന്ധിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കി ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ കയറുകളെ മറ്റുള്ളവർ നമ്മുടെ തലയെ കൊണ്ട് കൈവെക്കണ്ട, നമ്മൾ തന്നെ അഴിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം സ്വർഗം സന്തോഷിക്കുന്ന ഒരു പകൽക്കാലമായി മാറും. സോ ഞാൻ ഒരു ഹാരി ഹുഡീനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം 1874 ഹംഗറിയിൽ ജനിച്ചു. 1925 അമേരിക്കയിലെ മിഷിഗനിൽ മരിച്ചു. എന്നാൽ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇദ്ദേഹമാണ് ദ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന ഒരു ട്രിക്ക്, അല്ലെങ്കിൽ ഒരു മാജിക് ട്രിക്ക് എല്ലാവരിലേക്കും അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി. അദ്ദേഹം അതിനായിട്ട് അദ്ദേഹത്തിന് പല ലോക്കുകൾ കൊണ്ട് ലോക്കി സമുദ്രത്തിന്റെ നടുവിലോ പിന്നെ തീക്കകത്തോ എവിടെയെങ്കിലും കൊണ്ടിട്ടാലും അദ്ദേഹം നിമിഷ നേരം കൊണ്ട് ആ കെട്ടുകളിൽ നിന്ന് അഴിച്ച് അദ്ദേഹം രക്ഷപ്പെടുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് എസ്കേപ്പ് എന്നുള്ള ട്രിക്ക്.
അദ്ദേഹം ആദ്യം തുടങ്ങി വെച്ചു. അപ്പം അതിനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിന് ഒരു കീ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ കീയുടെ പേരാണ് ഹുഡീനി കീ. നമ്മൾ പലപ്പോഴും നമുക്ക് താക്കോലുകൾ തുറക്കാതെ വരുമ്പോഴത്തേനും ആൾക്കാർ ചോദിക്കുന്നു വേർ ഇസ് ദ ഹുഡീനി കീ. സോ ഈ ഹുഡീനി കീ അതല്ലെങ്കിൽ ഈ താക്കോൽ അദ്ദേഹത്തിന് ഉള്ളത്തോളം അദ്ദേഹത്തിന് ഏത് പൂട്ടും നിഷ്പ്രയാസം പൊട്ടിക്കുവാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതിന് അനുകരിച്ച് അനേകർ ഈ ട്രിക്ക്, ഗ്രേറ്റ് എസ്കേപ്പ് ട്രിക്ക് അനുകരിച്ചിട്ടുണ്ടെങ്കിലും പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ കഴിയ ഒരു 10-20 വർഷം മുമ്പ് സണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തി ഗ്രേറ്റ് എസ്കേപ്പ് നടത്തി അദ്ദേഹത്തിന് ആ സമയത്തിന് രക്ഷപ്പെടുവാൻ കഴിയാതെ അദ്ദേഹം മരണപ്പെട്ടു പോയത് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരം, ഓരോ വിശ്വാസിക്കും പരിശുദ്ധാത്മാവുന്ന ഒരു ഹുഡീനിക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇതറിയാതെ, ഇതെപ്പോഴാണ് പ്രയോഗിക്കേണ്ടതെന്നറിയാതെ നമ്മൾ പലപ്പോഴും അയ്യോ ഞാൻ ബന്ധനത്തിലാണ് എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും നമ്മുടെ ബന്ധനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പോരാട്ടങ്ങളെ നമ്മൾ അതിൽ തന്നെ അമർന്നു പോകുന്ന ഒരു വസ്തുത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ എല്ലാവരും തന്നെ അവരവരുടെ കെട്ടുകളിൽ നിന്നും അവരവരുടെ ബന്ധനങ്ങളിൽ നിന്നും അഴിയുവാൻ ദൈവം ശക്തി നൽകിയിട്ടുണ്ട് എന്നുള്ള പരമാർത്ഥമായ ബോധ്യം നമ്മളിൽ ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ശക്തനായവൻ ഇന്ന് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാനായിട്ട്, കാരണം നമ്മളെല്ലാവരും പലപ്പോഴും എല്ലാവരും കണ്ട ഒരു ചിത്രമായിരിക്കുമല്ലോ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുന്ന ലോകം മെൽ ഗിബ്സൺ എന്ന ഡയറക്ടറുടെ മേക്കിംഗ് മികവിനെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കഷ്ടത ഇത്രത്തോളം കാണിച്ചു എന്ന് പറഞ്ഞ് പ്രകീർത്തിക്കുന്നുവെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ക്രൂശ് എന്നത് ആ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മുടെ ജീവിതത്തിലെ വിടുതൽ എന്ന് പറയുന്നത്. യേശുവിൻ്റെ ക്രൂശ് നമ്മൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. എന്നാൽ ആ കഷ്ടം അനുഭവിച്ച ക്രിസ്തുവിനെയല്ല പൗലോസ് കാണുന്നത്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ നോട്ടം മാറട്ടെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധനങ്ങളുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റം ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് നൽകി തരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാരംഭമായിട്ട് നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ശിംശോന്റെ ജീവിതത്തിലെ കയറുകൾ ഒന്ന് ഞാൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ശിംശോന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 3 കയറുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ കയറ് ഏകാന്തതയുടെ കയറാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കാണുന്നത് ശിംശോന്റെ സുഹൃത്തുക്കൾ തന്നെ, അല്ലെങ്കിൽ ശിംശോന്റെ കൂടെ നിന്നവർ തന്നെ, ശിംശോന്റെ സഹോദരങ്ങൾ തന്നെ ശിംശോന്റെ അടുത്ത് വന്ന് ശിംശോനെ 2 പുതിയ കയറുകൊണ്ട് കെട്ടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ പക്ഷേ അഭിഷേകത്തിൽ ശിംശോന് ഒരു ബന്ധനമില്ല. സഹോദരങ്ങൾ ബന്ധിച്ചോട്ടെ, കൂട്ടുകാർ കൈവിട്ടോട്ടെ, ഇതാണ് നമ്മളെ ഒറ്റപ്പെടുത്തിക്കോട്ടെ, ഈ ഒറ്റപ്പെടുത്തലുകൾക്കും ഈ ഏകാന്തതയ്ക്കും ഒന്നും നമ്മുടെ ബന്ധനത്തെ ബന്ധനമാക്കുവാൻ കഴിയില്ല. അഭിഷേകം നിന്നിലുള്ളിടത്തോളം കാലം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുന്നത് ശിംശോനെ അവർ കെട്ടിക്കൊണ്ട് ശത്രുക്കളുടെ മുമ്പിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശത്രുക്കളുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു, ഒറ്റപ്പെടുത്തി ബന്ധിച്ച ശിംശോനെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ അഭിഷേകമുണ്ടായിരുന്ന ശിംശോന്റെ കയ്യിലെ കയറ് അഭിഷേകത്തിന്റെ ശക്തിയാൽ തീയില് ചണം ഉരുകുന്നത് പോലെ മാറി ഒരു കഴുതയുടെ പച്ചത്താടിയൽ കൊണ്ട്
കുന്നൊന്ന്, കുന്ന് രണ്ട്, കുന്ന് മൂന്ന് എന്ന് പറയുന്ന 1000 ഫെലിസ്ത്യരെ സംഹരിച്ച് അതിനുശേഷം ആ എറിഞ്ഞ ആ പച്ചത്താടിയിൽ എറിഞ്ഞെടുത്ത് ശിംശോന്റെ ദാഹം ശമിപ്പിക്കുന്ന ജലാശയമായി തീർന്നു എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ജീവിതത്തെ നമ്മളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട്, മറ്റുള്ളവരെ നമ്മളെ അവഗണിക്കുന്നത് കൊണ്ടോ നമ്മുടെ ജീവിതം ഏകാന്തമായി തീരത്തില്ല. അഭിഷേകം നിന്നിലുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ അഭിഷേകം നിന്നിലുള്ളിടത്തോളം കാലം നിനക്കതിനെ അതിജീവിക്കുവാൻ സാധിക്കും. രണ്ടാമത്തത്, ശിംശോന് കയറ് കാപട്യത്തിന്റെ കയറാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. ശിംശോൻ അവളോട്, ഒരിക്കലും ഉണങ്ങാത്ത പച്ചയായ 7 ഞാണു കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് പറഞ്ഞു. അതിന്റെ 16-11 കൂടെ ഒന്ന് വായിക്കാം. 16-11. അവൾ അങ്ങനെ ചെയ്തു. കുറ്റി അടിച്ചുറപ്പിച്ചു വെച്ചു അവനോട്, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. സോ ഇവിടെ നമുക്ക് അവൻ അവളോട്, ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യനെ പോലെ ആകുമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മള് ശിംശോനെ കാപട്യത്തെ, അല്ലെങ്കിൽ ശിംശോൻ താഴ്വരയിൽ ഇറങ്ങിച്ചെന്നു. അവിടെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ശിംശോനെ നമുക്ക് ഇവിടെ കാണാം. ലോക സ്നേഹം തലയ്ക്ക് പിടിച്ചൊരു ശിംശോനെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ലോക സ്നേഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ശിംശോനെ ലോകം കാപട്യത്താൽ വശീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെ ശിംശോനെ എന്തിനാൽ ബന്ധിക്കാമെന്ന ശിംശോൻ തന്നെ മനസ്സ് തുറക്കുകയാണ്. എന്നാൽ ഈ 2 ഘട്ടങ്ങളിലും ശിംശോൻ ഈ ലോകത്തിന്റെ കാപട്യത്തിന്റെ ബന്ധനത്തിൽ വീണെങ്കിലും ദൈവം അവനെ കൈവിട്ടില്ല എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ 2 പ്രാവശ്യവും പുതിയ കയറുകൾ കൊണ്ട് ശിംശോനെ ബന്ധിക്കുന്നു. എന്നാൽ അഭിഷേകമുള്ള ശിംശോൻ അതിനെ അതിജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നാമും അങ്ങനെ പലപ്പോഴും ലോകത്തിലേക്ക് അകപ്പെട്ടു പോയി ദൈവവുമായിട്ടുള്ള ബന്ധം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടാറുണ്ട്. ഈ ലോകത്തിന്റെ കാപട്യം നാം മനസ്സിലാക്കാം. ലോകം നമ്മളെ നിരന്തരം ബന്ധിക്കുന്ന ഒരവസ്ഥയാണ്. ആ ലോകത്തിന്റെ സ്നേഹം നമ്മളെ ബന്ധനങ്ങളിലേക്ക് നയിക്കും. അത് നമുക്ക് ബോധ്യമുള്ളവരായിരിക്കണം. എന്നാൽ ഈ ഏകാന്തതയിൽ നടന്ന ശിംശോൻ പിന്നീട് തൻ്റെ അഭിഷേകത്തെ ബന്ധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് 16-13, 14, അതിനുശേഷം 16-21 നമ്മൾ വായിക്കുമ്പോൾ, ദലീലാ ശിംശോനോട്, ഇതുവരെ നീ എന്നെ ചതിച്ച് എന്നോട് ഭോഷ്ക് പറഞ്ഞു. നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അവൻ അവളോട്, എന്റെ തൈലയിലെ 7 ജട നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കുമെന്ന് പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്തു. കുറ്റി അടിച്ചുറപ്പിച്ചു വെച്ച് അവനോട്, ശിംശോനെ, ഫിലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. 21 വായിക്കാം. 21. ഫെലിസ്ത്യരോ അവനെ പിടിച്ചിട്ട് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. മതി. താങ്ക് യു. സോ നമുക്കിവിടെ 2ാമത്തെ ഘട്ടത്തിലേക്ക്, നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ശിംശോനെ ലോകത്തിന്റെ കാപട്യത്താൽ ബന്ധിക്കപ്പെടുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. അത് പുതിയ കയറൊക്കെ കൊണ്ടുവന്നു, പുതിയ പ്രശ്നങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ശിംശോൻ അതിനെ അതിജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാലും ഇതിൽ നിന്ന് ഒരു പാഠം പഠിക്കാതെ, അല്ലെങ്കിൽ ഇതിൽ നിന്നും കാര്യം ഗ്രഹിക്കാതെ വീണ്ടും ഇറങ്ങിച്ചെന്ന് ശിംശോനെ പിന്നീട് ശിംശോന്റെ അഭിഷേകത്തിലാണ് തൊടുന്നത്, ശിംശോന്റെ വ്രതത്തിലാണ് തൊടുന്നത്. ശിംശോന് പിന്നീട് നമ്മൾ വായിക്കുന്നത് ദലീലയുടെ അടുത്ത് ചെന്നപ്പോൾ 2ാമത്തെ ഘട്ടത്തിൽ ദലീലയോട് പറഞ്ഞു, എൻ്റെ 7 തലമുടി പിടിച്ച് പാവിമേ ബന്ധിച്ചു കഴിഞ്ഞാൽ എന്നെ തളയ്ക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അഭിഷേകം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. എന്നാൽ അഭിഷേകത്തെ ബന്ധിക്കുവാൻ തുടങ്ങി. ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഭൗതിക, അതുവരെ ശിംശോന് നേരിട്ടിരുന്നത് ഫിസിക്കലായിട്ടുള്ള ബന്ധനമായിരുന്നു. ആ ഫിസിക്കലായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നൊക്കെ ദൈവം ശിംശോനെ വിടുവിച്ചു. എന്നാൽ
വീണ്ടും അതിൽ നിന്ന് ഒരു പാഠം ഗ്രഹിക്കാതെ, അല്ലെങ്കിൽ ലോകം ബന്ധിക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കാതെ വീണ്ടും ഇറങ്ങിച്ചെന്ന ശിംശോന്റെ അഭിഷേകത്തിലാണ് ഒന്നാമത്തെ ബന്ധനം. 7 ജടയെടുത്ത ശിംശോനെ ബന്ധിക്കുന്നത് കാണുവാൻ സാധിക്കും. ആ ബന്ധനത്തിന് ശേഷം വീണ്ടും അവന്റെ അഭിഷേകത്തെ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ട് അവന്റെ തലയിലെ ജഡ മുഴുവൻ എടുത്തു കളഞ്ഞ് ശിംശോനെ അഭിഷേകത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നതും അവനെ ഇല്ലായ്മ ചെയ്യുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ട പാഠം, നാം ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമ്മുടെ അഭിഷേകത്തിന് കഴിയും. എന്നാൽ നാം ലോകത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുമ്പോൾ നാം പലപ്പോഴും ആ ലോകത്തിൽ നമ്മൾ അന്ധരായിക്കൊണ്ട് ആ ലോകത്തിലേക്ക് ഇറങ്ങി നമ്മുടെ അഭിഷേകത്തെ കോംപ്രമൈസ് ചെയ്യുവാൻ ഇടയായിത്തീരും. അങ്ങനെയുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ ദൈവവചനം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ശിംശോന്റേക്ക് ഇത് എന്തിനാ ഇങ്ങനെ ചുമ്മാ എഴുതി വെച്ച്. പക്ഷെ ദൈവാത്മാവ് നമ്മളെ മനസ്സിലാക്കി തരുന്ന കാര്യം, നാം ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ അഭിഷേകത്തെ കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ അഭിഷേകത്തെ കോംപ്രമൈസ് ചെയ്താൽ നാം ശേഷം മനുഷ്യരെ പോലെ ആയിത്തീരും. പോലെ ആയിത്തീർന്നാൽ നാം പരസ്യകോലമായി തീർന്നാൽ നമ്മളെ കൊണ്ട് ഒരു പ്രയോജനമില്ലായി തീരും. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അഭിഷേകം ആണ് ആ ദൈവവൈതലിനെ വ്യത്യസ്തനാക്കുന്നത്. ആ അഭിഷേകത്തിൽ നിലനിൽക്കുക, അഭിഷേകത്തിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക, ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കയർ ദുഷ്ടന്മാരുടെ കയറാണ്. സങ്കീർത്തനം 129 സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: യഹോവ നീതിമാനാകുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്ത് കളഞ്ഞിരിക്കുന്നു. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അനവധി തവണ ദുഷ്ടന്മാരുടെ കയറുകളെ നമ്മൾ സങ്കീർത്തനമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ പുതിയ നിയമ വിശ്വാസിയും ഓരോ ശുശ്രൂഷയുള്ള അഭിഷക്തന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷേകത്താൽ ആ വിശ്വാസിയുടെ ആ അഭിഷേകത്തിന്റെ ദൗത്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ദുഷ്ടന്മാരുടെ കർത്തവ്യം. അത് അവനെ ആദ്യം ഒരു ദുഷ്ടന്മാരുടെ അപ്രോച്ച് പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ സ്നേഹിതന്മാരായിരിക്കും, എന്നാൽ നമ്മുടെ അഭിഷേകത്തെ അവൻ ഇഷ്ടമല്ല. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ദൗത്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ലോകം പലപ്പോഴും നമ്മളെ ആദ്യം സമം, ദാനം, ഭേദ്യം, ദണ്ഡം, ഇങ്ങനെ ഈ 4 പ്രക്രിയ. ആദ്യം നമ്മളോട് സമാധാനത്തോടെ, സന്തോഷത്തോടെ, സമ്മാനങ്ങൾ നൽകി, ഭക്ഷണം നൽകി, സ്നേഹം നൽകി നമ്മുടെ അഭിഷേകത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മുടെ ശുശ്രൂഷയെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കും. എന്നിട്ടും നമ്മൾ വഴങ്ങിയില്ലെങ്കിൽ വീണ്ടും നമ്മളെ അല്ലെങ്കിൽ അവരെ ഭേദ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഉപദ്രവങ്ങൾ കൊണ്ടും, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ കൊണ്ട് നമ്മളെ നേരിടുവാൻ ശ്രമിക്കും. ഇതും നേരിട്ടില്ലെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് ചിലരെ നമുക്ക് കാണാറില്ല, ചിലരെ കേസ് കൊടുത്തും പല മാനസികമായി തളർത്തുന്ന അവസ്ഥകൾ, നമ്മുടെ ശുശ്രൂഷയെ ഇല്ലായ്മ ചെയ്യുന്ന പല അവസ്ഥകൾ നാം കണ്ടുവരുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ദൈവം നമ്മൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ദൗത്യമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകന്മാരാണ്. ആ ശുശ്രൂഷയെ ഇല്ലായ്മ ചെയ്യുവാൻ ദുഷ്ടൻ നിരന്തരം നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിനേക്കാൾ ഓരോ നിമിഷങ്ങളിലും എങ്ങനെ നമ്മളെ ഇല്ലായ്മ ചെയ്യാം, എങ്ങനെ നമ്മുടെ ശുശ്രൂഷയെ ഇല്ലായ്മ ചെയ്യാം എന്ന ആ ദുഷ്ടൻ കയറുകളെ ഒരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. 17-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ അവിടെ 2 തരത്തിലുള്ള മനുഷ്യരെ കാണുവാൻ സാധിക്കും. ഒന്ന്, ലോകത്തിൽ ജനിച്ച്, ലോകത്തിൽ ജീവിച്ച്, ലോകത്തിന് വേണ്ടി സമ്പാദിച്ച്, ലോകത്തിന് വേണ്ടി നേടി തൻ്റെ സ്വത്തുക്കൾ മക്കൾക്ക് വെച്ചേച്ചു പോകുന്ന ലോക മനുഷ്യരെയും, ലോകത്തിൽ ജനിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ച് നീതിയിൽ ദൈവത്തിന്റെ മുഖം കാണുന്ന ദൈവ മനുഷ്യനെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ 2 മനുഷ്യരും 17-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ ഈ 2 മനുഷ്യരും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ കാണുവാൻ സാധിക്കും. യഹോവയെ അവനെ എതിർത്ത്,
യഹോവേ നിന്റെ വാൾ കൊണ്ട ദുഷ്ടന്റെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ തൃക്കൈ കൊണ്ട ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും എന്നെ വിടുവിക്കണമേ എന്ന് സങ്കീർത്തനം 17:13 നമ്മൾ വായിക്കുന്നു. നമ്മൾ പറയുന്ന, ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരം, അല്ലെങ്കിൽ ഈ ലോക മനുഷ്യർ ഒരു ദൈവ മനുഷ്യന് എതിരാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ സങ്കീർത്തനത്തിന്റെ കോണ്ടസ്റ്റിൽ കാണുന്നത് ദൈവം അവനെ തന്റെ കരങ്ങളിൽ ചേർത്ത് വിടുവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരം, അല്ലെങ്കിൽ നമ്മുടെ ദൗത്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന, ദൈവിക ദൗത്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ദുഷ്ടന്റെ കയറുകളെ നാം തിരിച്ചറിഞ്ഞ് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ആ വിടുതൽ നൽകി തരും. നമ്മുടെ സങ്കീർത്തനം 129:4 നമ്മൾ ഒന്നുകൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. യഹോവ നീതിമാനാകുന്നു, അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, അങ്ങനെ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ കയറുകളെ അറുത്തു കളഞ്ഞ ഒരു ദൈവകരം ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ ചലിക്കുന്നുണ്ട്. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കയർ അശുദ്ധാത്മാവിന്റെ കയറാണ്. അതിനായി പ്രാരംഭമായിട്ട് ഒരു വാക്യം വായിക്കാൻ കഴിയുന്നു. 1 ശമൂവേൽ 16:14. 1 ശമൂവേൽ 16:14. ആത്മാവ് ശൗലിനെ വിട്ടുമാറി, യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. പ്രൈസ് ദി ലോർഡ്. വളരെ ഭയത്തോടും ഭീതിയോടും കൂടെയാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. 2 വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അഭിഷക്തനായിരുന്ന ശൗൽ. ശൗലിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒന്ന് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ ഒരു ദൈവവേദലും വളരെ സൂക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ് നമുക്ക് ലഭിച്ച അഭിഷേകത്തെ, പരിശുദ്ധാത്മാവിനെ വിശുദ്ധിയോട് സൂക്ഷിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ അശുദ്ധാത്മാവായി തീരും. അശുദ്ധാത്മാവ് നമ്മളിൽ വരാൻ സാധ്യതയുണ്ട്. ശൗല ഒരു ധനികന്റെ മകനായി, ഉയരം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഇസ്രായേലിൽ ആ കാലഘട്ടത്തിൽ അവനെ വെല്ലുവാൻ ആരുമില്ലായിരുന്നു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. എന്നാൽ ശൗൽ വളരെ ഷൈ ആയിരുന്നു, നല്ല അന്തർമുഖനായ ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ താഴ്മയും അന്തർമുഖനുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗൽ. അതുകൊണ്ടാണ് നമ്മൾ അഭിഷേകം ചെയ്യുവാൻ ശൗമേൽ അവിടെ വന്നപ്പോഴത്തേനും സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ശൗലിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ശൗലിന്റെ ജീവിതത്തിൽ അഭിഷേകം നേടിയ ശൗൽ പ്രവാചകഗണത്തിൽ പെടുന്നതും ഇസ്രായേലിനെ വിടുവിക്കുന്നതും ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ശൗലിന് ഉണ്ടായിരുന്ന ചില ബലഹീനതകൾ അവന്റെ പരിശുദ്ധാത്മാവിനെ, അവന്റെ ജീവിതത്തിലുള്ള ആ ശുശ്രൂഷയുടെ ആത്മാവിനെ അവനെ വിട്ടുമാറുവാൻ ഇടയായിത്തീർന്നു. ഒന്ന്, അനുസരണക്കേട്. 2, ശത്രുക്കളെ കണ്ടാൽ ഒത്തുതീർപ്പിന് തയ്യാറാകുക, അവരെ കൂടെ ചേർക്കുക. 3, ശ്രേഷ്ഠമായതിനെ കണ്ടാൽ അതിനെ നേടുവാനുള്ള ഒരു വ്യഗ്രത, അല്ലെങ്കിൽ സമ്പത്ത് നേടാനോ, അങ്ങനെ പല രീതിയിലാണ്. ഒന്ന്, അനുസരണക്കേടും ശത്രുക്കളോട് കൂട്ടുപിടിക്കുന്നതും ശ്രേഷ്ഠമായതിനെ കണ്ടാൽ അത് നേടിയെടുക്കുന്നതുമൊക്കെ ശൗലിന്റെ ഒരു ബലഹീനതയായി തീർന്നു. ഈ ബലഹീനത നിമിത്തം അവന്റെ ജീവിതത്തിൽ അവന്റെ ആത്മാവ് അവനെ വിട്ടുമാറുന്നത് നമുക്ക് 16-ാം അധ്യായം 15-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ ശൗലിന്റെ ആ പ്രവൃത്തി നിമിത്തം പരിശുദ്ധാത്മാവ് അവനെ വിട്ടുമാറുവാൻ തക്കൊണ്ടിടയായിരുന്നു. ഈ പരിശുദ്ധാത്മാവ് വിട്ടുമാറിയ ശൗലിനെ നമ്മൾ കാണുമ്പോൾ, ഒന്ന്, അവന്റെ ജീവിതത്തിൽ പകയുള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ ഒരു കുന്തം കൊണ്ട് എറിഞ്ഞു കൊല്ലുവാൻ മാത്രമല്ല, അവനെ ഒരു സൈന്യവുമായിട്ട് ദാവീദ് എന്ന ഒരു വ്യക്തിയെ കൊല്ലുവാൻ ശൗല് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അവന്റെ ജീവിതത്തിൽ പകയും വിദ്വേഷവും ദുഷ്ടതയും നിറഞ്ഞ അവൻ ഒടുവിൽ ഹല്ലേലൂയ ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ
ഭാവങ്ങൾക്ക് മാറ്റം, നമ്മുടെ പരിശുദ്ധാത്മാവിനെ വിശുദ്ധിയോടെ സൂക്ഷിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവ് മാറി അശുദ്ധാത്മാവാകാനുള്ള സാധ്യതകളുണ്ട്. രണ്ടാമത്തെ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുന്നത് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഭൂതഗ്രസ്തനായ ഒരു വ്യക്തിയെ കാണുവാൻ സാധിക്കും. അവിടെ യേശു 5:8 നമ്മൾ വായിക്കുന്നു, അശുദ്ധാത്മാവിനെ യേശു ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന്റെ ചില ലക്ഷണങ്ങൾ ഞാനൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വസ്ത്രം അഴിച്ച് കളയുന്നത് അവന്റെ ഒരവസ്ഥ, അല്ലെങ്കിൽ വസ്ത്രം ഇല്ലായ്മ, അല്ലെങ്കിൽ അവന് വസ്ത്രം എടുക്കുന്നത് ഇഷ്ടമല്ലാത്തൊരവസ്ഥ. 2, ചങ്ങലയും വിലങ്ങും പൊട്ടിച്ചെറിയുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. 3, ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ. എപ്പോഴും 4, എപ്പോഴും നിലവിളിക്കുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥകൾ ഞാനിപ്പോ പറയുന്നത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയുടെ പേര്, അയ്യോ അവൻ വസ്ത്രമില്ലാതെ നടക്കും. പക്ഷേ ഇന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവ് മാറി അശുദ്ധാത്മാവ് സഭകളിലേക്ക് കടക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഭയിൽ ധരിക്കേണ്ട വസ്ത്രത്തിന്റെ മാന്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുപോലെ ആർക്കും ഒതുക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ ആര് പറഞ്ഞാലും അനുസരിക്കാനോ അംഗീകരിക്കുവാനോ കഴിയാതെ, ഒന്നിനും കീഴ്പ്പെടുവാൻ കഴിയാത്ത ഒരു തലമുറകൾ അല്ലെങ്കിൽ ഈ നാളുകളിൽ എഴുന്നേൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതുപോലെ എപ്പോഴും നിലവിളിക്കുക, അല്ലെങ്കിൽ ദേ ആർ ലൗഡ്. അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം കിട്ടിയാൽ സോഷ്യൽ മീഡിയ വഴിയും ഫോൺ വഴിയും അതുപോലെ പല രീതിയിലും എല്ലാവരിലേക്ക് സ്പ്രെഡ് ചെയ്ത് ആളുകളെ തെറ്റ് അത് എല്ലാവരിലും, നമ്മുടെ സഭകളിൽ മാത്രം, ലോകത്തിൽ മാത്രമല്ല നമ്മുടെ സഭകളിലും വളരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ജാതി ഭേദം അങ്ങനെയൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഏതൊരു കാര്യത്തിലും അവർ ഒരു ചെറിയ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അത് സ്പർദ്ധയുണ്ടാക്കി അത് തമ്മിലടിയാക്കി മാറ്റുന്ന അനേക അവസ്ഥകൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അവിടെ 5:8 നമ്മൾ വായിക്കുന്നു, അശുദ്ധാത്മാവ് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ യേശു കൽപ്പിച്ചു. അശുദ്ധാത്മാവ് ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാ എന്ന് യേശു കൽപ്പിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. സോ ഇവിടെ നമുക്ക് ഈ അശുദ്ധാത്മാവ് മുമ്പ് അശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന അവസ്ഥയും അത് വിട്ടുമാറിയതിനു ശേഷം നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ കാണുന്നത്, അവിടെ അവൻ വസ്ത്രം ധരിച്ച് യേശുവിനെ തിരിച്ചറിഞ്ഞു. 3, അവൻ ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞു. എന്നിട്ട് യേശുവിന്റെ പിന്നാലെ പോകുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എന്നിട്ട് അവൻ അവസാനം യേശു പറഞ്ഞു, നീ ദെക്കാപോലിസ് നാട്ടിൽ ഞാൻ ചെയ്തത് എന്താ എന്ന് മറ്റുള്ളവരോട് പറയുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവനെന്തായിരുന്നു? അവന് സുബോധം വന്നു, വസ്ത്രം ധരിച്ചു. 2, യേശുവിനെ തിരിച്ചറിഞ്ഞു. അവനിലെ ദൈവീക പദ്ധതി തിരിച്ചറിഞ്ഞു. അവൻ ദെക്കാപോലിസ് നാട്ടിലെ ഒരു സുവിശേഷകനായിട്ട് മാറി. ഇനി മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 31-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. മർക്കോസിന്റെ 7:31. അവൻ വീണ്ടും സോരിന്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദെക്കപ്പോലിലെത്തി നടുവിൽ കൂടി ഗലീല കടപ്പുറത്ത് വന്നു. അടുത്ത വാക്യം കൊടുത്ത് വായിച്ചോട്ടെ. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ മേൽ കൈ വെക്കണമെന്ന് അപേക്ഷിച്ചു. മതി. സോ ഇവിടെ 5-ാം അധ്യായത്തിൽ ഈ ദെക്കാപോലിസ് നാട്ടുകാർ പന്നികളൊക്കെ ചത്തുപോയതും കൊണ്ട് ആ പന്നികളെ, കർത്താവെ ഞങ്ങളെ വിട്ടു പോകണമേ എന്ന് അപേക്ഷിക്കുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്നാൽ 7:31 ആയപ്പോഴത്തേനും യേശു ആ ദേശത്തോടെ തിരിച്ചു വരുമ്പോൾ അനേക രോഗികൾ അവന്റെ അടുക്കിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പം ഈ ദെക്കാപോലിസ് നാട്ടുകാർ യേശുവിനെ അറിയുവാൻ മുഖാന്തരമായത്, അവിടെ പത്രോസ് പോയില്ല, അവിടെ അന്ത്രയോസ് പോയില്ല, അവിടെ യോഹനാൻ പോയില്ല, ആരും പോയില്ല. ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ യേശു തനിക്ക് വേണ്ടി ചെയ്തത് പ്രകീർത്തിച്ചു. അവൻ സുബോധമുള്ളവനായി കണ്ടതുകൊണ്ട് അനേകർ യേശുവിനെ തിരിച്ചറിഞ്ഞു, യേശുവിനെ അവിശ്വസിച്ചു. അനേകർ
തിരിച്ചു വരുമ്പോൾ, യേശു മടങ്ങി ആ ദേശത്തോടെ വരുമ്പോൾ അനേകർ യേശുവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷകൾ ഇല്ലായ്മ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സുബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മളിലെ ശുശ്രൂഷകൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. നമ്മളെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവിനെ വിശുദ്ധിയോടും വേർപാടോടും പരിശുദ്ധിയോടും കൂടെ സൂക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അതില്ലെങ്കിൽ ഹല്ലേലൂയ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും അശുദ്ധാത്മാവ് വന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. വളരെ സൂക്ഷ്മതയോടെയും വളരെ ഭയത്തോടും വളരെ പ്രാർത്ഥനയോടും കൂടെ നാം പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുക. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കയർ, മറഞ്ഞിരിക്കുന്ന കയർ. സങ്കീർത്തനം 140 സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം. ഗർഭികൾ എനിക്കായി കാണിയും കയറും മറച്ചു വെച്ചിരിക്കുന്നു, വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു, അവർ എനിക്കായി കുടുക്കുകൾ വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് മറഞ്ഞിരിക്കുന്ന കയറിനെ കുറിച്ച് നാം വായിക്കുന്നു. ആ കയറിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പ് ഗർവ എന്ന പദത്തിനെ കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കും. ഗർവ എന്ന് നമ്മൾ മലയാളം പറഞ്ഞാൽ അഹങ്കാരം എന്നാണ് നാം സാധാരണ പദത്തിൽ കാണുന്നത്. എന്നാൽ ഈ ദൈവവചന പ്രകാരം ദൈവാത്മാവിനോട് ഇടപെട്ടപ്പോൾ ഈ ഗർവ എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ദൈവം എന്നെ മനസ്സിലാക്കുന്നത്, ക്രിസ്തുവിന്റെ ഭാവം എന്നിലും നിങ്ങളിലും ഇല്ലെങ്കിൽ നാം എല്ലാവരും ഗർവികളാണ്. ഞാനൊന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ ഭാവം വിനയവും മറ്റുള്ളവരെ ശ്രേഷ്ഠന് എന്ന് കാണുവാനുള്ള മനോഭാവവുമാണ്. എന്നാൽ ഈ മനോഭാവം നഷ്ടപ്പെട്ടവർ ദൈവസഭകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം മറ്റുള്ളവരെക്കാൾ ഞാൻ ശ്രേഷ്ഠനെന്ന് കാണിക്കേണ്ടതിന് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ശ്രേഷ്ഠനായി വിളങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഏതോ ഒരു വ്യക്തിയാണെങ്കിലും അവർ ഗർഭികളാണ് എന്നുള്ള സത്യം നാം മറന്നു പോകരുത്. ഈ ശ്രേഷ്ഠത മറ്റുള്ളവരിൽ പ്രകടിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ആ പ്രകടിപ്പിക്കുന്ന ആ വ്യക്തി പലപ്പോഴും ആ ബന്ധനത്തിൽ അകപ്പെട്ടു പോകുന്നു. അവരുടെ കണ്ണുനീർ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടായി തീർന്നേക്കാം എന്നുള്ള സത്യം നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ചിലപ്പോൾ നമ്മളെക്കാളും ശ്രേഷ്ഠരായ ഒരു വ്യക്തിയെ കണ്ടാൽ അവരെ എങ്ങനെങ്കിലും ഒതുക്കണമെന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ചിന്തിക്കുന്ന അനേക മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം സഭയിൽ രാഷ്ട്രീയം കയറി പറ്റിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം മറ്റുള്ളവരെ എങ്ങനെങ്കിലും അപകീർത്തിപ്പെടുത്തി എനിക്ക് ശ്രേഷ്ഠനാകാം എന്ന ചിന്തയോടുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഹല്ലേലൂയ, നമ്മള് പിശാചിന്റെ ഒരു ഉപകരണമായി തീരരുത്. നാം മറഞ്ഞിരിക്കുന്ന കയറുമായി യാത്ര ചെയ്യുന്ന ഗർഭികളായി തീരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഈ രണ്ട് ഘട്ടത്തിലും രണ്ട് ബന്ധനമാണ്. ഒന്ന് സാത്താൻ ഗർവിയാക്കിക്കൊണ്ടുള്ള ബന്ധനവും, രണ്ട് ഗർവികൾ മറ്റുള്ളവരെ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ കണ്ണുനീരിൽ അകപ്പെടുന്ന ആ വിശ്വാസിയുടെ, ആ ദൈവവൈതലിന്റെ ബന്ധനവും. ഈ രണ്ട് ബന്ധനങ്ങളും നമ്മുടെ ജീവിതത്തിലും വന്നു വരാം. പ്രൈസ് ദി ലോർഡ്. മറഞ്ഞിരിക്കുന്ന കയറിന്റെ സത്യം നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കി, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് നമ്മൾ ഏത് അവസ്ഥയിലാണ് എന്ന് നമ്മൊന്ന് മനസ്സിലാക്കണം. അടുത്തത് നമ്മൾ 4 കയറിനെ കുറിച്ച് പഠിച്ചെന്നാൽ എങ്ങനെ നമുക്കിതിൽ നിന്ന് ഒരു വിടുതൽ നേടാം, അല്ലെങ്കിൽ ഹൗ ഷാൽ വി ബ്രേക്ക് ഇറ്റ്. ഒന്ന്, യോഹന്നാന്റെ ദൈവവചനത്തിൽ നിലനിൽക്കുക, ആത്മാവിൽ ആരാധിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ബന്ധനം അഴിഞ്ഞു മാറും. യോഹന്നാന്റെ സുവിശേഷം 8:31 നമ്മളിങ്ങനെ വായിക്കുന്നു, എന്റെ വചനത്തിൽ യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 8:36 പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കാൻ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 10:27 നമ്മളിങ്ങനെ വായിക്കുന്നു, പുഷ്ടി നിമിത്തം നുകങ്ങൾ തകർന്നു പോകും. സോ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്,
നമ്മൾ ഈ കേൾക്കുന്ന വചനം കേൾവിയിൽ മാത്രമല്ല, 4:21 ലൂക്കോസ് 4:21 നമ്മൾ വായിക്കുന്ന കേൾവിയിൽ നിന്ന് വചനം പ്രവൃത്തിയിൽ വരണമെങ്കിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ 4:21 നമ്മൾ വായിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ വചനത്തിൽ നിലനിന്നാൽ മാത്രമേ നമുക്ക് ആ വചനത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 4:20 അവനോട് ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയും ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഈ 4:21 നമ്മൾ കാണുന്നത് യേശു ഈ വചനം നിവർത്തി വന്നു എന്ന് പറഞ്ഞതിന് ശേഷം വചനം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന രണ്ട് വ്യക്തികളെ നമ്മൾ വായിക്കുന്നു. ഒന്ന് ഏലിയാവിന്റെ കാലത്തും ഒന്ന് ഏലീശയുടെ കാലത്തും നടന്ന രണ്ട് വ്യക്തികളെ നമുക്ക് അവിടെ താഴോട്ട് വായിക്കുവാൻ സാധിക്കും. ഒന്ന് ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്കും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യാഥാർത്ഥ്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരാഫത്തിലുള്ള ഒരു വിധവയുടെ അടുക്കലല്ലാതെ അവരിൽ ആരുടെ അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. താങ്ക് യു. സോ നമ്മൾ ഇവിടെ കാണുന്നത് ഏലിയാവിന്റെ കാലത്ത് അനേക വിധവമാർ ഇസ്രായേലിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആരുടെയും അപ്പക്കളത്തിലെ മാവ് നിറഞ്ഞില്ല, എണ്ണപാത്രത്തിലെ എണ്ണ നിറഞ്ഞില്ല. എന്നാൽ അന്യദേശക്കാരത്തിയായ ഒരു വിധവ ആ ഏലിയാവിന്റെ വാക്ക് അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ, ഒരു ആദ്യത്തെ അപ്പം എനിക്ക് തരിക എന്ന ആ ഒരു വാക്ക് അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ അവളുടെ അപ്പക്കളത്തിലെ മാവ് നിറയുവാനും എണ്ണപാത്രത്തിലെ എണ്ണ നിറയുവാനും ഇടയായിത്തീർന്നു. ഇവിടെ വചനം കേട്ട് അനുസരിച്ച ആ വിധവയുടെ ക്ഷാമകാലത്തൊക്കെയും അവൾ ക്ഷേമത്തോടെ പുലരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവൾ മാത്രമല്ല, അവരുടെ കുടുംബക്കാരെല്ലാവർക്കും അവൾ ഒരു ആശ്വാസമായി തീർന്നു. 2, ഏലീശയുടെ കാലത്ത് അനേക കുഷ്ഠരോഗികൾ ഇസ്രയേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയാക്കാരനായ നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായി ഇല്ല എന്ന് അവൻ പറഞ്ഞു. ഇവിടെ ഏലീശയുടെ കാലത്ത് അനേക കുഷ്ഠരോഗികൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. എന്നാൽ അന്യദേശക്കാരനായ നയമാൻ അവരുടെ വീട്ടിൽ കുഷ്ഠിക്കാരത്തി അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന ഒരു ബാല്യക്കാരത്തിയുടെ വാക്ക് കേട്ട് അതനുസരിക്കുവാൻ തയ്യാറായി. ഒന്നാമത് ആ ബാല്യക്കാരത്തിരുന്ന നയമാൻ ഒരു സെഞ്ചുറിയനാണ്, അല്ലെങ്കിൽ ഒരു പട്ടാള മേധാവിയാണ്. ഈ കുഷ്ഠിക്കാരത്തിന്റെ വാക്ക് കേൾക്കാനൊന്നും ഒരു കാര്യവുമില്ല. എന്നാൽ ആ വാക്ക് കേട്ട് ഒരു ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് എന്ന് പറഞ്ഞു ചെന്നു. പ്രവാചകനെ കണ്ടു. യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. ആ 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. വചനം ഏറ്റെടുക്കും, വചനം കേൾവിയിൽ കിടക്കുന്ന വചനം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നാം തയ്യാറാകുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. നമ്മൾ പലപ്പോഴും നമ്മളെ ദൈവം വചനം കൊണ്ട് നിലനിർത്താറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ ദൈവം എന്നോട് ഇടപെട്ടു. അല്ലെങ്കിൽ നമ്മൾ മുൾപ്പടർപ്പിൽ ഒരു തീയായി തീരുക. പ്രൈസ് ദി ലോർഡ്. ആ വചനം എന്നെ നിലനിർത്തി. ആ വചനം കൊണ്ട് തീർന്നില്ല. എപ്പോഴും നമ്മൾ ആ ജീവിതത്തിൽ ആ വിഷയങ്ങളുടെ നടുവിൽ, ഏതൊരു വിഷയത്തിന്റെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം ആ വചനത്തിലൂടെ ഇടപെട്ട് നമ്മളെ സ്വതന്ത്രരാക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മുടെ കേൾവിയിൽ കിടക്കുന്ന വചനം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, അത് പ്രാവർത്തിയമാക്കുവാൻ നാം തയ്യാറായാൽ അല്ലെങ്കിൽ ദൈവവചനം നമ്മൾക്ക് ഒരു വിടുതൽ നൽകി തരും. പ്രൈസ് ദി ലോർഡ്. 2, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ പുഷ്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ മുഖങ്ങളെ തകർക്കുന്നത്. നമ്മള് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസും ശീലാസും തങ്ങളുടെ ബന്ധനങ്ങളുടെ നടുവിൽ ആരാധിക്കുവാൻ തയ്യാറായപ്പോൾ അവരുടെ ചങ്ങല അഴിഞ്ഞു മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വചനത്തിൽ നമ്മുടെ വചനത്തെ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് അതിൽ നിലനിൽക്കുക. 2, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മൾ ശക്തമായി ആരാധിക്കുക, വിടുതലേറ്റെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ നാം എന്താ ചെയ്യണം എന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കയറ് അഴിയുമ്പോൾ നാം എന്താവും? സ്വതന്ത്രരാകും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് യെശയ്യാ പ്രവചനം 61:1 നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം
എളിയവരോട് സത്വർത്തനം അറിയിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും മുറിവ് കെട്ടുവാനും ബദ്ധന്മാർക്ക് തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കാനുമായി സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരം. നമ്മളിവിടെ വായിക്കുന്നത് 1 കൊരിന്ത്യർ 3:17 വായിക്കുന്നു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച നമ്മുടെ ദൗത്യം നമ്മൾ വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് 2 ഹല്ലേലൂയ പാടി ആരാധിക്കുക എന്നുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ആ വിടുതൽ ഏറ്റെടുത്താൽ മറ്റുള്ളവരുടെ കയറുകളെ അഴിക്കുവാനുള്ള ദൗത്യം എന്നിലും നിങ്ങളിലുമുണ്ട്. നാം സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ മറ്റുള്ളവരെ സ്വാതന്ത്ര്യരാക്കണം. നമ്മൾ അതാണ് വായിക്കുന്നത്. 1, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ. 2, തടവുകാർക്ക് വിടുതൽ കൊടുക്കുവാനും ദുഃഖിതന്മാരെ ആശ്വസിപ്പാനും യഹോവയുടെ പ്രസാദ വർഷം മറ്റുള്ളവരോട് പ്രസിദ്ധമാക്കുവാനുമാണ് ഹല്ലേലൂയ സ്വാതന്ത്ര്യം പ്രാപിച്ച ഓരോ ദൈവവൈതലിന്റെയും ദൗത്യം എന്നുള്ള സത്യം നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കേട്ട വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ കയറുകളെ നാം ഒന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബന്ധിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കയറുകളെ നാം തന്നെ അഴിക്കുമ്പോഴാണ് സ്വർഗം നമ്മിൽ സന്തോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം നമ്മുടെ ജീവിതത്തിൽ ആ കയറുകൾ നാം അഴിക്കണമെങ്കിൽ ദൈവവചനത്തെ ഉള്ളിൽ സംഗ്രഹിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞെങ്കിൽ മാത്രമേ നാം ആ വിടുതൽ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. ആ വിടുതൽ സ്വാതന്ത്ര്യം നാം ഏറ്റെടുത്താൽ മറ്റുള്ളവരെ സ്വതന്ത്രരാക്കുക എന്നുള്ളൊരു ദൗത്യം എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമായിരിക്കുന്നു. കഴിഞ്ഞ 2025 വരെ എങ്ങനെയൊന്നുള്ളതല്ല, 2026 ദൈവം എനിക്കും നിങ്ങൾക്കും നൽകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രാപിച്ച സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമായി, അല്ലെങ്കിൽ ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും യഹോവയുടെ പ്രസാദ വർഷം മറ്റുള്ളവരെ അറിയിക്കുവാനും നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇനിയുള്ള ജീവിതം കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ നാം സ്വാതന്ത്ര്യം പ്രാപിക്കാതിരിക്കുന്നിടത്തോളം മറ്റുള്ളവരും ബന്ധനത്തിലാണ് എന്നുള്ള സത്യം മനസ്സിലാക്കണം. നാം സ്വാതന്ത്ര്യം പ്രാപിച്ചുവെങ്കിൽ അനേകർ ബന്ധിക്കപ്പെട്ടവരുണ്ട് എന്നുള്ള സത്യം നാം മറന്നു പോകരുത്. ഒരു നിമിഷം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സു നൽകണേ, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സു നൽകണേ. നിനക്കു വേണ്ടി ഞാൻ ധരയിലെന്തു വേണമോ, നിനക്കു വേണ്ടി ഞാൻ ധരയിലെന്തു വേണമോ, എനിക്കു വേറില്ല ആശയം എന്നേശു മാത്രമേ, എനിക്കു വേറില്ല ആശയം എന്നേശു മാത്രമേ. ഞങ്ങളുടെ ദൈവം കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഏൽപ്പിച്ചു തന്ന വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ഞങ്ങളെ ദൈവം ഉപയോഗിക്കുന്നതിനാൽ സ്തോത്രം. ദൈവകൃപ ഞങ്ങൾ വ്യാപരിക്കും, സർവ്വമാനമോത്തൊപ്പിച്ചെടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.